നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരാളിൽ രണ്ട് തരം മൈൻഡ് സെറ്റാണുള്ളത്. ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും. ശരിക്കും ഒരു മനുഷ്യന് എപ്പോഴും വേണ്ടത് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. എങ്ങനെ നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിലനിർത്താമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഒരു കുട്ടിയായിരിക്കുക. എപ്പോഴും അറിവ് ആർജിക്കാൻ ശ്രമിക്കുക. അറിവിന് ഒരു പ്രായപരിധിയൊന്നും ഇല്ല. എൻ്റെ പഠനം കഴിഞ്ഞു, ഇനി പഠിക്കാനൊന്നുമില്ല, ജോലിയായി, ഞാൻ കുടുംബത്തിൽ സെറ്റിൽഡായി, ഇങ്ങനെ ചിന്തിക്കാണ്ട് പുതിയ പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുക. പുതിയ പുതിയ അറിവുകൾ നൽകുന്ന അവസരങ്ങൾ കണ്ടെത്തുക. അറിവുകൾ ആർജിച്ചു വയ്ക്കാൻ, അല്ലെങ്കിൽ അറിവ് മെച്ചപ്പെടുത്തുക. എപ്പോഴും ഒരു സ്റ്റുഡൻറ്റിനെ പോലെ നമ്മൾ ഒരു ലേണറായിരിക്കുക. ഒരു പഠിതാവിൻ്റെ മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അടുത്ത് പറയാൻ പോകുന്നത്, നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. എപ്പോഴും സ്വന്തം ശരീരത്തെ ബഹുമാനിക്കാനും പരിപാലിക്കാനും നല്ല ഹെൽത്ത് മൈൻഡ് സെറ്റും ഹെൽത്ത് ബോഡിയും നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അടുത്ത് പറയാൻ പോകുന്നത്, വെല്ലുവിളികളെ അതിജീവിക്കാൻ പഠിക്കുക. ഏത് കാര്യം ഉണ്ടായാലും നമ്മളെ തളർത്തുന്ന വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ഹർട്ട് ഫീലിംഗുള്ള, അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന അനുഭവങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ പ്രതിസന്ധികളുണ്ടാകാം. ഈ പ്രതിസന്ധികളിലൊക്കെ തളർന്നു പോകാണ്ട് നമ്മളൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുക. ഓരോ അനുഭവങ്ങളും ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്തുക. നമ്മുടെ മനസ്സിലൂടെ ശരിക്കു പറഞ്ഞാൽ ഒരു 60,000-നും 80,000-നും ഇടയിലുള്ള ചിന്തകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ചിന്തകൾ തന്നെ നെഗറ്റീവ് ചിന്തകളുണ്ട്, പോസിറ്റീവ് ചിന്തകളുണ്ട്. പക്ഷേ പോസിറ്റീവ് ചിന്തകളെക്കാൾ ഉപരി എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരാൻ ചാൻസ്, എപ്പോഴും നെഗറ്റീവ് ചിന്തകളായിരിക്കാം മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിക്കണം. നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ എപ്പോഴും ഒരു ഹെൽത്തി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. സാഹചര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമാകാം, അനുകൂലമാകാം. പക്ഷേ നമ്മൾ എല്ലാത്തിനെയും ഒരു മോഡറേറ്റ് ചെയ്തുകൊണ്ട് നല്ല ഒരു മാനസിക ആരോഗ്യം നമ്മൾ എപ്പോഴും നേടണം. പിന്നെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഒരു വിഷ്വലൈസേഷൻ കൊടുക്കുക. ഏതൊരു കാര്യത്തിനും നമുക്ക് നന്മ വരുന്ന, നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ മുന്നേറാൻ ശ്രമിക്കുന്ന രീതിയിൽ നമ്മൾ ഒരു ഇമാജിനേഷൻ, ഒരു ദൃശ്യവൽക്കരണം എന്ന് പറയാം. എപ്പോഴും നമുക്കൊരു എക്സാം ആണ് എങ്കിൽ, അയ്യോ എനിക്ക് എക്സാം ജയിക്കാൻ പറ്റും, ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യും, എന്തായിരിക്കാം എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാണ്ട് മൈൻഡിൽ ആദ്യമേ നന്നായിട്ട് എക്സാം എഴുതിയതായിട്ടും ആ പരീക്ഷ വിജയിച്ചതായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചിത്രം കൊടുക്കാം. നമ്മൾ എന്താണോ മനസ്സിൽ കാണുന്നത് അത് തന്നെ പുറമേ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റായിരിക്കുക. എല്ലാവരും ഈ പറഞ്ഞ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക.